ADGP MR അജിത് കുമാറിനെതിരെ DGP നൽകിയ റിപ്പോർട്ടിൽ ഇന്ന് നടപടി ഉണ്ടായേക്കും. ഇന്നലെ ആഭ്യന്തര സെക്രട്ടറിക്കാണ് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്. DGP ഇന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് റിപ്പോർട്ടിൽ കണ്ടെത്തലുകൾ ധരിപ്പിക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന്. വിഷ്ണു, നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് ഈ റിപ്പോർട്ടിലുള്ളത്? ADGPക്കെതിരെ എന്തൊക്കെ പരാമർശങ്ങളുണ്ട് എന്നതിന്റെ സൂചനകളുണ്ടോ? ഫിജി, തീർച്ചയായിട്ടും ADGPക്കെതിരെ ADGP MR അജിത് കുമാറിനെതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് DGP കഴിഞ്ഞ ദിവസം ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ പല വിവരങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ PV അൻവർ MLA നൽകിയ പരാതിയിൽ മാത്രമല്ല അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം RSS കൂടിക്കാഴ്ചയും പ്രധാനമായും ചർച്ച ചെയ്യുന്നു. RSS കൂടിക്കാഴ്ചയിൽ തന്നെ പ്രത്യേകിച്ച് പറയുന്നത് ഒരു പ്രമുഖ നേതാവിനെ അല്ല കണ്ടിരിക്കുന്നത്. ADGP MR അജിത് കുമാർ കണ്ടത് പതിവായി നിൽക്കുന്ന, അതായത് ഒരു പോലീസുകാരൻ കാണേണ്ട ഒരു പ്രഥമ നേതാവിനെ ആയിരിക്കുന്നില്ല കണ്ടിരുന്നത്. ഈ ദത്താത്രേയ ഹൊസബല എന്നുള്ള പേര് പോലും ജനങ്ങൾക്കിടയിൽ പരിചയമുണ്ടായത് ഈ RSS ADGP കൂടിക്കാഴ്ചയിൽ നിന്നാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ടപ്പോൾ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് സേനയ്ക്ക് തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെയാണ് ഇത് പരിഗണിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. PV അൻവർ MLAയുടെ പരാതികളുണ്ട്. മാമി തിരോധാന കേസിൽ വീഴ്ച സംഭവിച്ചു, ആദ്യഘട്ടത്തിൽ തന്നെ വീഴ്ച സംഭവിച്ചു, അത് ADGPയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം പല കേസുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഇന്നലെ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തും. അതോടൊപ്പം തന്നെ ADGP നേരിട്ട് റിപ്പോർട്ടിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് DGP മുഖ്യമന്ത്രിയെ കാണും. ADGP MR അജിത് കുമാറിനെതിരെ ഒരു വലിയ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണ് ഇതുവരെയും ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തുടരാനുള്ള സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നു. മുന്നണിയിൽ തന്നെ വലിയ രീതിയിൽ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ADGPയെ ഉടൻ തന്നെ നീക്കണം, പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യം വളരെ അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് മേൽ പ്രതിപക്ഷത്തെക്കാൾ മുന്നണിയിൽ തന്നെയാണ് ശക്തമായ ഒരു പ്രതിഷേധമുണ്ടാകുന്നത്, അല്ലെങ്കിൽ വിമർശനമുണ്ടാകുന്നു. ADGPയെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഇത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ ADGPക്കെതിരെ ശക്തമായ നടപടി എടുക്കേണ്ട ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കഴിഞ്ഞ രാത്രി വരെയുള്ള സമയങ്ങളിലൊക്കെയും സൂചിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു കാര്യം, ADGPയെ നീക്കുന്ന കാര്യം അല്ലെങ്കിൽ നടപടിയെടുക്കുന്ന കാര്യം കൃത്യമായ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് പഠിച്ച ശേഷം തീരുമാനിക്കാമെന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ADGPക്കെതിരെയുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ADGPക്കെതിരെ കാര്യങ്ങളിൽ കാണേണ്ടത് മുഖ്യമന്ത്രി അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. റിപ്പോർട്ട് കൊടുക്കാൻ തന്നെ വൈകി. ഇനി റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് നേരിൽ കണ്ട് DGP വിവരങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ഇനിയും ഒരു കാലതാമസം, ഒരു അമാന്തം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഫിജി, തീർച്ചയായിട്ടും ഇനി ഇതിലൊരു കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇത് ഇനി ഇത്രത്തോളം വൈകുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയിലേക്ക് കടക്കും. മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടുതൽ സാധൂകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കും. അതായത് നാളെ നിയമസഭയിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കും. ഭരണപക്ഷത്തിന്റെ പിന്തുണ വളരെ കുറവായിരിക്കും. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. PV അൻവർ MLA വീണ്ടും ആരോപണങ്ങളുമായി രംഗത്ത് വരാനുള്ള സാധ്യതകൾ കാണുന്നു. ഇത്തരത്തിൽ ഒരു ഘട്ടം നിലനിൽക്കുന്നതിനാൽ മുഖ്യമന്ത്രി ഇന്ന് തന്നെ അതിനൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. തീരുമാനം എടുക്കാത്ത പക്ഷം നാളെ നിയമസഭയിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും മറുപടി നൽകേണ്ടി വരും, ഇല്ലെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും. നിയമസഭ അലങ്കോലപ്പെടാനുള്ള സാധ്യത, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇന്ന് നടപടി എടുക്കേണ്ടതുണ്ട്. ഏതായാലും DGP ഇന്ന് നേരിട്ട് വിവരങ്ങൾ ബോധിപ്പിക്കും. അതിൽ നിന്ന് തന്നെ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഫിജി, ഏതായാലും മുഖ്യമന്ത്രി മാത്രമാണ് ഇനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മാത്രം ഒരു തീരുമാനം വരണം, അങ്ങനെയല്ലേ?
തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ചുമതല തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് പ്രധാനമായും വേണ്ടത്. മുഖ്യമന്ത്രി ഈ തീരുമാനം DGP അറിയിക്കുകയും അതിനുശേഷം നടപടി സ്വീകരിക്കുകയും വേണം. ഏതായാലും മറ്റു ഭാഗത്തു നിന്നും എല്ലാ ഒരു വിഭാഗങ്ങളിൽ നിന്നും ഈ ADGPക്കെതിരായി ശക്തമായ ഒരു നടപടിക്ക് തയ്യാറാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം അതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് ശേഷം ഇതിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഏതായാലും നടപടി വൈകാതെ ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ അത് തീർത്തു പറയാനാകില്ല. കാരണം മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമാണ് നിലപാട് വ്യക്തമാവുക. ഏതായാലും CPI അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും നിലപാടുകൾ ആവർത്തിച്ചിരുന്നു. അതായത് ADGPയെ പുറത്താക്കണം. അതേസമയം ഈ ADGPയെ പുറത്താക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ADGP MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ADGP MR അജിത് കുമാർ വളരെ നിർണായകമായി അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആ യോഗം നടന്നത്. ശബരിമലയിലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പ്രത്യേകിച്ചും ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. മറ്റ് വിജിലൻസ് അടക്കമുള്ളവരിൽ മേധാവികൾ ഉണ്ടായിരുന്നിട്ടും അവിടെ ADGP MR അജിത് കുമാർ ഇല്ലാതിരുന്നത് പുറത്താക്കലിനുള്ള ഒരു സൂചനയായി തന്നെയാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നടപടിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫിജി. ശരി വിഷ്ണു.